എനിക്ക് വേഗം പോകണം 10 മിനിറ്റ് സമയം പരിപാടി അല്ല വിളിച്ചോളൂ നമ്മളായിട്ട് ആ കുട്ടികളെ വിളിച്ചാണ് ഇങ്ങനെ തങ്ങൾപ്പാപ്പത്തിൽ ചെയ്യുന്നതന്നെ മതി. ആര് വിമർശിച്ചാലും ആ വിമർശനം തങ്ങൾപ്പാപ്പാക്ക് ഒരിക്കലും ഏൽക്കൂല. അത് തങ്ങൾപ്പാപ്പ അതിന് ഉയർച്ചയിൽ വരും. ഞങ്ങളൊക്കെ അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. 18 വീടാണ്. അറിയില്ല അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ആദ്യം ഇൻഷാ അല്ലാഹ് നിങ്ങളെ മുന്നിൽ എടുക്കേ നിങ്ങളെ മഹല്ലാണ്, നിങ്ങളെ നാടാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ന് ശരിയല്ലേ മുസ്തഫ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ അനുഗ്രഹം ചെയ്ത ദിവസങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ദിവസമാണ് ഇന്ന്. അള്ളാഹുവിൻ്റെ റസൂൽ ഹബീബ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യത്തീം മക്കളെ സംരക്ഷിക്കുന്നതിൻ്റെ കൂടെ അള്ളാഹുവിൻ്റെ റസൂൽ ഉണ്ടാവും. ആ തണൽ എപ്പോഴും ഉണ്ടാവും. നമ്മൾ ഇന്ന് നൂറെ ഹബീബെ കുടുംബം 18ഓളം പാവപ്പെട്ട ആക്സിഡന്റുകളിലും അറ്റാക്കും ഒക്കെ ആയി മരണപ്പെട്ട 18 കുടുംബത്തെ ഏറ്റെടുത്ത് അവർക്ക് വീട് വെച്ച് കൊടുത്ത് അതിൻ്റെ 3ാമത്തെ ഒരു വീടിൻ്റെ താക്കോൽ ദാനത്തിലാണ് തിരൂർ ചമ്പ്ര അല്ലെ സ്ഥലത്തിൻ്റെ പേര് തെക്കേക്കളം 3ാമത്തെ വീടിൻ്റെ ഒരു ചടങ്ങ് നടക്കാൻ പോവാണ്. ഈ ഒരു മലേഷ്യയിൽ വെച്ച് മലേഷ്യയിൽ വെച്ച് നമ്മളെ തൻ്റെ മക്കളെ പോറ്റാൻ വേണ്ടി, കുടുംബം പോറ്റാൻ വേണ്ടി ഒരു വീട് വെക്കേണ്ട സ്വപ്നവുമായി നാട്ടിൽ നിന്ന് മലേഷ്യയിൽ പോയി ജോലി ചെയ്തതിനിടയിൽ അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകി ഈ ലോകത്തോട് വിട പറഞ്ഞു പോയ എൻ്റെ പേര് എൻ്റെ നൗഷാദ്. അള്ളാഹു ഖബർ വിശാലായി കൊടുക്കട്ടെ. ആ നൗഷാദിൻ്റെ 3 മക്കളിൽ 4 മക്കളാണ്. 2 പെൺകുട്ടികളെ രണ്ടാണ്. 4 മക്കളാണ്. അതിൽ 2 പെൺകുട്ടികളും അതിലൊരു പെൺകുട്ടിയെ കെട്ടിക്കാനായില്ലേ? 2 ആൺമക്കളുമാണ്. ഏറ്റവും ചെറിയ കുട്ടി എത്ര വയസ്സായി? 4 വയസ്സ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമു പഠിക്കാനുള്ള ബറക്കത്ത് അല്ലാഹു കൊടുക്കട്ടെ. അപ്പോൾ ഈ മക്കളിൽ 2 മക്കൾ ഇവരാണ്. 2 മക്കൾ പെൺകുട്ടികളാണ്. 16ഉം 10 വയസ്സുള്ള, വീടില്ല, വളരെ വിഷമത്തിലായിരുന്നു. അങ്ങനെയാണ് ഈ നാട്ടിൽപ്പെട്ട ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ഇസ്മായിൽ. നിങ്ങൾക്ക് ഈ മുഖം മറക്കാൻ പറ്റില്ല. കാരണം നമ്മൾ പണ്ട് തേനിന് ഒരു വിഷയം ഉണ്ട്, കരിങ്കലത്താണ്ടിക്കാൻ. അപ്പോൾ മൂപ്പര് വന്ന് പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഒരു വലിയൊരു പാവപ്പെട്ട ഒരു കുടുംബമുണ്ട്, ഒരു വീട് വേണം, നൂറെ ഹബീബ് കയറ്റി കൊടുക്കുമെന്ന് ചോദിച്ചു. KMCC ഒരിടത്തുന്ന സ്ഥലമാണ് അല്ലേ? മാഷാ അല്ലാ. അള്ളാഹു KMCCക്കാർക്ക് അള്ളാഹു ബർക്കത്ത് നൽകട്ടെ. ഒരിക്കലും ഞാൻ അറിയില്ല, ഒരിക്കലും നമുക്ക് പറയാം. പിന്നെ അവരും ഈ ഇതില് ആരൊക്കെ സഹായിച്ചിട്ടുണ്ട് അവർക്ക് അള്ളാഹു അർഹമായ പ്രതിഫലം അള്ളാഹു കൊടുക്കട്ടെ. പ്രവാസികളാണ്, ഒരു പ്രവാസ ജീവിതത്തിലാണ് മൂപ്പര് വാപ്പി മരിച്ചത്. അപ്പൊ ഇൻഷാ അല്ലാഹ് പ്രവാസികൾക്കൊക്കെ അള്ളാഹു
ഹൈറും ബറക്കത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. അങ്ങനെ KMCC ആ കുടുംബത്തിന് എടുത്തു കൊടുത്ത വീട് സ്ഥലത്ത് ആണ് നൂറെ ഹബീബെ. അതിമനോഹരമായൊരു വീട്. ഞാൻ ഈ വീട് കണ്ടപ്പോൾ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. എനിക്ക് തോന്നുന്നു ഇത്രയൊന്നും ഉണ്ടാവില്ല എൻ്റെ പേരാ, ഇത്രയൊന്നും ഉണ്ടാവില്ല എൻ്റെ പേര്. ഇൻഷാ അല്ലാഹ് ഇതിന്റെ കോൺട്രാക്ട് അൽഹംദുലില്ലാഹ് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നല്ല റാഹത്തുള്ള പേര് ഇൻഷാ അല്ലാഹ്. ആര് കണ്ടാലും ഇഷ്ടപ്പെടും ഇൻഷാ അല്ലാഹ്. അപ്പൊ ഈ നൂറെ ഹബീബെ അവർക്ക് നിർമ്മിച്ച കൂടിന്റെ താക്കോൽ ദാനം ഇൻഷാ അല്ലാഹ് നടക്കാൻ പോവാണ്. എന്നേക്കാൾ യോഗ്യർ ഇവരാണ്. നിങ്ങളെ തീമക്കളൊന്നും അല്ലട്ടോ, നിങ്ങൾക്ക് വാപ്പയും ഇവരൊക്കെ ഉണ്ട് കേട്ടോ, നിങ്ങളൊക്കെ നിങ്ങളെ കൂടെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്ക് ഇല്ലേ, നിങ്ങൾക്ക് നാട്ടുകാർ സമ്മതത്തോടു കൂടി ഇല്ലേ, നിങ്ങൾക്കൊക്കെ സമ്മതമല്ലേ? ഇൻഷാ അല്ലാഹ് നമ്മൾ ഉസ്താദന്മാരുടെ തറക്കല്ലിട്ടത് മുതല് കുറ്റടിക്കാൻ വന്നത് മുതൽ എന്തിന്റെ എന്റെ ഉസ്താദിനെ ഒന്ന് കാണാണ് ഞാൻ ഇൻഷാ അല്ലാഹ്. എന്നിരുന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു ഖൈറും ബറക്കത്തും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. എത്തിയ മക്കളാണ് അല്ലാഹു ഇവര്. ആരൊക്കെയാണ് ഈ വീടിന് വേണ്ടി സഹായിച്ചതെങ്കിൽ അല്ലാഹു സ്വർഗ്ഗത്തിൽ അവർക്കൊരു ഭവനം അല്ലാഹു നിർമ്മിച്ചു കൊടുക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നാട്ടുകാരെ ഒരു ഒത്തൊരുമയാണ് ഈ വീട് ഇങ്ങനെയായത്, അല്ലെ ഒരിക്കലും എങ്ങനെയായാലും അള്ളാഹു ഈ കുടുംബത്തിൽ ഒരുപാട് കാലം ഈ കുടുംബങ്ങൾ സന്തോഷിച്ച് ജീവിക്കാനുള്ള ഭാഗ്യം അള്ളാഹു കൊടുക്കട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മൾ MLA സംസു രാവിലെ എന്നെ വിളിച്ചിരുന്നു. സംസുക്കാരന്റെ മണ്ഡലത്തിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് രാവിലെ വന്ന് പോയല്ലോ അല്ലെ. ഇൻഷാ അല്ലാഹ് ഉച്ചക്കും പക്ഷെ അവരൊന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് അതിന്റെ താക്കോൽ ദാനം ഈ നാട്ടുകാരൊക്കെ കുഴപ്പം ഇങ്ങോട്ട് വരെ കേട്ടാ. ഇൻഷാ അല്ലാഹ് എല്ലാവരും പാടെ സമ്മതത്തോടെ ഇൻഷാ അല്ലാഹ് നമ്മൾ ഇതിന്റെ താക്കോൽ ദാനം നിർവഹിക്കുകയാണ് അല്ലേ. ഇൻഷാ അല്ലാഹ് അല്ലെങ്കിൽ ഒന്ന് ഈ മക്കൾ തന്നെ നിർവഹിക്കട്ടെ എന്ന് എന്റെ അഭിപ്രായം കേട്ടോ. എന്നാ വരും ഇൻഷാ അല്ലാഹ്.